ഉണ്ട്. പിന്നെ അതെ അതെ, സിനിമയ്ക്ക് അകത്ത് ആദ്യമായി പാടുന്നത് മന്ദാകിനിയിലാണ്. അപ്പോ അങ്ങനെ ഒരു അവസരം ഇവർ തന്നുകൊണ്ട് പാടാൻ കഴിഞ്ഞു. അങ്ങനത്തെ അവസരങ്ങൾ എനിക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് പാടും. അല്ലെങ്കിൽ കവർസൊക്കെ പാടി ഒതുങ്ങിക്കൊടുക്കും. മഞ്ചാടി പൂവോടി കണ്ണാടി ചില്ലോടി ഉള്ളിൽ സൂചി ഉള്ളാലേ ഉള്ളിൽ കോർത്ത് കണ്ണാലേ നിന്നിൽ കണ്ണു വെച്ച് നിന്നെ കണ്ട നേരത്ത് ഉള്ളിൽ മേഘമൽഹാര മോഹക്കായലാകെ നീലാപര നീതുമുഖിയേ മധുമതിയേ ചിരി പകരും നേരത്ത് പകരം ജൈവൃതിയും ചിരമിനിയോ ദൂരത്ത്. ഈ കോർപ്പറേറ്റ് കേരളത്തിലും GCCയിലും വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ സഞ്ജു ഉണ്ണിത്താൻ, അദ്ദേഹത്തെ ഈ പ്രസ് മീറ്റിലേക്ക് വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിസ്റ്റർ സഞ്ജു ഉണ്ണിത്താൻ. സഞ്ജു ഉണ്ണിത്താൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയാണ്. ദുബായ് ബേസ്ഡ് NRI ഫിലിം പ്രൊഡ്യൂസറാണ്. മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. നേരത്തെ ആഭാസം, പാപം ചെയ്യാത്തവർ കല്ലെറിയിട്ട്, മന്ദാകിനി, പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മേരി പ്യാരി സുനോ, ഒന്ന് രണ്ട് ചിത്രങ്ങൾ കൂടി പൈപ്പ്ലൈനിലുണ്ട്. ഈ സിനിമയിലെ ലീഡ് സ്റ്റാർ കാസ്റ്റ് ആയിട്ടുള്ള ആനർക്കലി മരിക്കാം. ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ഷിജു ഭാസ്കർ മൂവരെയും വളരെ കൃത്യമായിക്കൊണ്ട് ഈ പ്രശ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും നല്ല ടാലന്റ് ആയിട്ടുള്ള ഒത്തിരി തിരക്കഥാകൃത്തുക്കൾ കൂടി ഈ മാധ്യമ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ട്. അവരുടെ സിനിമ കൂടി വരും കാലങ്ങളിൽ പരിഗണിക്കണം. മികച്ച സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവണം. പ്രവാസ ലോകത്ത് NRIക്കാരായതുകൊണ്ട് കൂടുതലും പ്രൊഡ്യൂസേഴ്സ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസേഴ്സ് NRIs ആണല്ലോ. കൂടി സംസാരിക്കുന്നത് നമുക്ക് അനാർക്കലിയോട് സ്റ്റാർട്ട് ചെയ്യാം. മൂവി കേരളത്തിലും GCCയിലും വളരെ ഹിറ്റായി ഓടുന്നുണ്ട്. പിന്നെ ഈ മൂവിയുടെ ദുബായിലെ കോർഡിനേറ്റർ, ഇതിന്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്ന മഫത്തലാൽ അലിഫ് ഡിസൈൻ യൂണിഫോംസിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഫജർ കെ, അദ്ദേഹം പറയുകയിരിക്കുന്നുണ്ട്. ഒപ്പം ഡോക്ടർ സഹീർ ജമാൽ ഭായ്, UAയിലെ വ്യവസായ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച 3 തലയെടുപ്പുക ആളുകൾ സഞ്ജു ഭായിക്ക് സപ്പോർട്ടായി. സന്തോഷമുണ്ട്. നാട്ടില് ഭയങ്കര അടിപൊളിയായിട്ട് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പേഴ്സണലി ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എന്നുവെച്ചാൽ ഇത് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സിനിമ നല്ലതാണ്, അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ട് പോകുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയധികം സ്വീകാര്യത ഇത്രയും ഭയങ്കരമായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് തീർച്ചയായിട്ടും ഞാനാണല്ലോ കൂൾ ക്രൂ ആണെങ്കിലും എന്നോട് വന്ന സമയത്ത് തന്നെ പറയുമായിരുന്നു ഞാനും സഞ്ജയ് കുറെ ആക്ടീവ്സ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ എന്തായാലും അതെല്ലാം വളരെ നന്നായിട്ട് പുറത്തേക്ക് വന്നു. എന്തായാലും താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും താങ്ക് യു. നല്ലൊരു സാധനം ആളുകളെ അറിയിക്കുക, അതിലിരുന്ന് ടീം അങ്ങനെ പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് ഭയങ്കര ഹെൽപ്പ് ഉണ്ടായിട്ടില്ല. അതല്ലെങ്കിൽ ഇവർക്ക് വന്നാലും ഇപ്പോഴും ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അത് പറഞ്ഞു നടക്കുന്നുണ്ട്. അതായത് എനിക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും പറയാം. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ആൾക്കാരിലെത്താൻ ആക്ച്വലി കുറച്ച് പാടായിരിക്കും ഉറപ്പായിട്ടും. പക്ഷേ സഞ്ജയേട്ടനെടുത്ത ഒരു എഫേർട്ട് എന്ന് പറയുന്നത് പറയാൻ പറ്റുന്നതിലും അധികമാണ്. കാര്യം അത്രയ്ക്ക് പ്രമോഷൻ,
അത്രയ്ക്ക് അവിടെയൊക്കെ ഫുൾ പോസ്റ്റ് എവിടെയാണെങ്കിലും ഇത് ഫാമിലീസിലോട്ടൊക്കെ ഭയങ്കരമായിട്ട് സിനിമ എത്തിയിട്ടുണ്ട്. അപ്പം എന്നെ മോസ്റ്റ്ലി ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സിനൊക്കെയാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതുകൊണ്ട് യങ്സ്റ്റേഴ്സിനാണ് കുറച്ച് എന്നെ അറിയാവുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഫാമിലി കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ എന്നാ മന്ദാകിനി റിലീസായി, മന്ദാകിനിയിലെ കുട്ടികളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സിനിമ കാണാതെ തന്നെ. അപ്പൊ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കി നമ്മുടെ പ്രൊമോഷൻ എന്നുള്ളതാണ്. അവര് വിശ്വാസത്തിൽ 1% പോലും പുറകോട്ടില്ല, ഞാൻ എത്തിക്കും എന്നൊരു സാധനം. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ സിനിമകൾ കൊമേഴ്സ്യലി ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഞാൻ അനാർക്കലിയായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അനാർക്കലിയോട് പറയായിരുന്നു, ഞാനിത് എക്സിസ്റ്റൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്, അത് ഞാൻ ഇങ്ങനെ എത്തിക്കുകയാണ്. അപ്പോൾ ആ ഒരു എൻ്റെ അത് തന്നെയാണ് ഇന്ന് മന്ദാകിനിയുടെ വിജയം. അത് എല്ലാവരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇവിടെ സന്തോഷിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. ഞാനത് പ്രൂവ് ചെയ്യും. സിനിമയെ പറ്റി മുടക്കുമുതൽ പറയുന്നത് ഭയങ്കര മോശമായിരിക്കും. പക്ഷേ എൻ്റെ പടത്തിനെ പറ്റി സുഹൃത്തുക്കളായിട്ട് നമ്മൾ സംസാരിക്കണം. നമുക്ക് മൊത്തം 2.75 നമുക്ക് പടത്തിന് വന്നിരിക്കുന്നത്. നമുക്ക് 1.19 പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൂടുതൽ ചെയ്തത്. വലിയ സ്കൂൾ ഗ്രൂപ്പും അവരുമായിട്ടൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അവരോട് പറയും, എടാ കാണണേ, വീട്ടിൽ പറയണം അങ്ങനെ. അപ്പം അതിനകത്ത് നമ്മളൊരു ഈഗോയും ഞാൻ വെക്കാതെ തന്നെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ഫലം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നേരത്തെ സത്യത്തിൽ ഞങ്ങളോട് പറയല്ലോ, ഞാനൊരു പ്രൊഡ്യൂസർ ആദ്യത്തെ പടം ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച എൻ്റെ പടം എല്ലാവരും പോയി കാണുന്നു. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു, മറ്റേ ബോക്സ് ഓഫീസ് കളക്ഷൻ ഭയങ്കര നോക്കാൻ. പക്ഷേ എൻ്റെ വീട്ടുകാർ പോലും പോയി കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് മനസ്സിലായി പണിയെടുക്കണം, പണിയെടുത്താലേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 7-8 മാസമായിട്ട് നല്ലോണം പണിയെടുത്തു. രാവിലെ 5 മണിക്കൊക്കെ എഴുന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ 5-6 സോഷ്യൽ മീഡിയ യൂസർ നെയിം പാസ്വേഡ് ഞാൻ തന്നെ മേടിച്ച് വെച്ച് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ സഞ്ജു എടുത്താന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് എൻ്റെ നാട്ടിൽ സഞ്ജു എടുത്ത മാസാന്നൊക്കെ പറയുന്നത് നാട്ടുകാരെയൊക്കെ തിയേറ്ററിൽ ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, ആരും ഇല്ലാത്തതിന് ദൈവം. തീർച്ചയായിട്ടും നമ്മളിപ്പോ നമ്മൾ പടം നമ്മൾ കാണുന്ന സമയത്ത് നമുക്കത് ഫെസ്റ്റിവലിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കണ്ടന്റ് ഓറിയന്റഡ് അവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഇത് 1300 രൂപ കൊടുത്ത് കാണുന്നതല്ലേ, അത് സന്തോഷമായിട്ടല്ലേ. സമൂഹത്തിലേക്ക് ഒരു സന്ദേശം പകരുന്നുണ്ടോ? ഇത് അതൊരു കഥയായിട്ട് കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. കഥയാണ് അത് കഥ ഉണ്ടാകുന്നത് ഈ കള്ളൂരി കൊണ്ടാണ്. അപ്പൊ അതിനെ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ സിനിമ കണ്ട് അങ്ങനെ ഇൻസ്പയർഡ് ആവാൻ, അല്ലെങ്കിൽ ഇനി യുവജനത ഇനി മുതൽ കള്ളുടിക്കുന്നില്ല ഈ സിനിമ അങ്ങനെ ഏതൊരു സിനിമ കൊണ്ടോ അങ്ങനെ ഒന്നും അല്ല. അത് ഇതൊക്കെ നാട്ടിലുള്ളതാ. അതൊക്കെ സംഭവിക്കും. സിനിമ കൊണ്ടാണ് സംഭവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അതിനെ കാര്യപ്രാപ്തിയോടുകൂടി കാണാൻ കഴിയണമല്ലോ ആൾക്കാർക്ക്. ഇത് കഥയാണ്, ലോകത്തിനൊക്കെ സംഭവിക്കുന്നതാണ്. ഈ നമ്മൾ ഏത് വഴി ചൂസ് ചെയ്യണം എന്നുള്ളത് അത് ചൂസ് ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിക്കണം. അത് സിനിമ കണ്ട് ഇൻസ്പയർഡ് ആവുന്നതല്ല. ഈ റിയൽ ലൈഫിൽ സുജിത് വാസുമാരെ എങ്ങനെ കൈകാര്യം ചെയ്താൽ മതിയോ? റിയൽ ലൈഫില് സുജിത് വാസുമാരെ എങ്ങനെ കൈകാര്യം ചെയ്താൽ മതിയോ? അങ്ങനെ ചോദിച്ചാ അങ്ങനെ പോയി അടിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരാൾ തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ തേച്ചാലും ഒരാളുടെ ശരീരത്തിൽ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ല അങ്ങനെയല്ല, നമ്മളൊരാളെ പ്രതീക്ഷ ഉണ്ടെങ്കിലും ഒരാളുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം കിട്ടിയതിൽ ഞാൻ പറഞ്ഞൊരു കഥയാണ്. പിന്നെ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവാം, കുഴപ്പമില്ല ചെയ്തുകൊണ്ട്. ഞാനാണെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. ചേട്ടാ അങ്കമാലിയിലെ കല്യാണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും അടിക്കുന്ന ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും. ഞാനത് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അത് വേറൊരു ടെറിട്ടറിയിൽ ചിലപ്പോൾ ഒരു ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ തിരിച്ചു വന്നിട്ട് അവനത് കണ്ടു കഴിഞ്ഞാൽ കണക്ട് ആവത്തില്ല. അത് ഓഫ്കോഴ്സ് ഇപ്പൊ
ഞാനതിൽ ഇപ്പം ബേസിക്കലി എനിക്ക് അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പടം കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് ലെൻസ്മാൻ്റെ റിവ്യൂ ഉണ്ട്. ലെൻസ്മാൻ്റെ റിവ്യൂവിനകത്തൊരു ഭയങ്കര മോശം റിവ്യൂ ആണ് ലെൻസ്മാൻ തന്നത്. ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് ടീമിനോട് പറഞ്ഞു അത് കോപ്പിറൈറ്റ് ആയ ഇതിൽ നിങ്ങൾ റിവ്യൂ എടുത്ത് കളയാൻ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ 3 ദിവസം ഒരു സിനിമയ്ക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം, വെള്ളി ശനി ഞായർ. അപ്പം വേർഡിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ജനങ്ങളിൽ നിന്നാണ് ഈ വേർഡിക്ട് വരേണ്ട കാര്യം. അത് ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അമേരിക്കയിൽ പോയി പഠിച്ച ഒരാൾ വന്നിട്ട് ഇംഗ്ലീഷ് വന്നിട്ട് റിവ്യൂ എടുത്തിട്ട് അങ്കമാലിക്കാരനെ മനസ്സിലാക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അങ്കമാലിക്കാരനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ നാട്ടുപുറത്ത് വളർന്നതാണ്. ഞാനിപ്പോഴും നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കയ്യിൽ എടുത്തിട്ട് ഞാൻ കണ്ടതിൻ്റെ സൈഡിൽ പോയി രണ്ടെന്ന് കടിക്ക് കൂടാതെ തുടങ്ങി. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. മനുഷ്യൻ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്. ആ മണ്ണിൽ നിന്ന് നമ്മളെ പറിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇത് ശരിയാണോ ഇത് തെറ്റാണോ